നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാറിലൂടെ ബന്ദികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നാരോപിച്ച് കടുത്ത പ്രതിഷേധം സർക്കാരിനെതിരെ ഇസ്രയേലിൽ തുടരുന്നതിനിടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന മുന്നറിയിപ്പുമായി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഇസ്രയേലി മാധ്യമം ഹാരറ്റ്സിന്റെ മുഖപ്രസംഗത്തിൽ ഉൾപ്പെടെ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നെതന്യാഹുവിനെതിരെ ഇസ്രയേൽ പ്രതിഷേധം ശക്തമാക്കുമ്പോഴും നെതന്യാഹു തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നെതന്യാഹു ഇസ്രയേലിന്റെ കാവൽക്കാരനല്ല, മറിച്ച് കാലനാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പോലും ഉയരുന്നുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഗാസയിൽ ബന്ദികളാക്കിയവർക്ക് പകരം ഹമാസ് ആവശ്യപ്പെടുന്നത് ഇസ്രയേലി ജയിലുകളിലെ മുഴുവൻ തടവുകാരുടെയും മോചനമാണ്. ബന്ദികളിൽ ഇപ്പോൾ എത്ര പേരാണ് ജീവനോടെ ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ അവർ ഏത് അവസ്ഥയിലാണെന്നോ ഹമാസ് വെളിപ്പെടുത്താത്ത അവസരത്തിൽ തടവുകാരുടെ മോചനത്തിനായുള്ള ഹമാസിന്റെ നീക്കങ്ങൾ ചെവിക്കൊള്ളേണ്ടതില്ല എന്നതാണ് നെതന്യാഹുവിന്റെ നിലപാട്. അമേരിക്കയും ഈജിപ്തും ഖത്തറും ശ്രമിക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ നിർദ്ദേശം പ്രാവർത്തികമാക്കാനാണ്. എന്നാൽ എത്ര പേരെ സ്വതന്ത്രരാക്കുമെന്നോ ആരെയാണ് മോചിപ്പിക്കുന്നതെന്നോ ഇരുപക്ഷവും സമ്മതിച്ചിട്ടില്ല എന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതോടെ വെടിനിർത്തൽ സാധ്യതകൾ ഇപ്പോൾ മങ്ങിയിരിക്കുകയാണ്. ഇതേസമയം ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾ ഓരോന്നായി ഇസ്രയേൽ സേന തകർത്ത് മുന്നേറുകയാണ്. ലെബനൻ പ്രദേശത്തു നിന്ന് ഡസൻ കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ തിരിച്ചടിയെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ലെബനനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് 65ഓളം റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ IDF പറഞ്ഞു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഹിസ്ബുള്ള ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ 200-ലധികം റോക്കറ്റുകളും ഡ്രോണുകളും മുൻപ് പ്രയോഗിച്ചിരുന്നു. ഇതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിനു വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം താൻ ചെയ്യുന്നുണ്ട് എന്നും എന്നാൽ ഹമാസ് ഓരോ നിർദ്ദേശങ്ങളും തള്ളുകയാണെന്നുമാണ് നെതന്യാഹു പറയുന്നത്. അന്തിമ കരാർ നടപ്പാക്കാനുള്ള സമയമായെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ ചർച്ചകൾ മനഃപൂർവ്വം സ്തംഭിപ്പിക്കുകയാണെന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽ-ഹയ്യ ആരോപിക്കുന്നത്. ഇസ്രയേലിനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയെയും അന്താരാഷ്ട്ര സമൂഹത്തെയും അദ്ദേഹം നിർബന്ധിക്കുന്നുമുണ്ട്. ഇന്ന് ലെബനനിലെ ഹിസ്ബുള്ള ബെയ്റ്റ് ഹില്ലിൽ സൈനിക താവളത്തിലെ സഹേൽ ബറ്റാലിയന്റെ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചിട്ടുണ്ട്. തെക്കൻ ലെബനന്റെ അതിർത്തി പ്രദേശങ്ങൾക്കെതിരെ ചാവേർ ഡ്രോണുകളും കത്യൂഷ മിസൈലുകളും ഉപയോഗിച്ചു. അധിനിവേശ പാലസ്തീന്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ബറക് റിഷ താവളത്തിൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ചാരപ്പണികൾക്കായി നിയോഗിച്ച കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ പറയുന്നതെല്ലാം. ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളുടെ തീവ്രത അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും 6 ഇസ്രയേലി തടവുകാരെ വധിച്ച വാർത്ത നെതന്യാഹുവിന്റെ സർക്കാരിനെതിരെ വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഹമാസ് കൊലപ്പെടുത്തിയ ഇസ്രയേലി ബന്ദികളുടെ ചിത്രം ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് പോസ്റ്റ് ചെയ്തത്. ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രയേൽ അധികാരികൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. ഹമാസിന് ഇറാന്റെ പിന്തുണ വ്യക്തമാക്കുന്ന സന്ദേശം തന്നെയാണ് ഇത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇറാനും ഈ യുദ്ധത്തിൽ പങ്കാളിയാവും. ഇതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിനിൽ നിന്നും മറ്റ് 2 അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയിട്ടുണ്ട്. തീവ്രവാദി ഗ്രൂപ്പുകളെ തകർക്കാനും ആക്രമണങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് പ്രദേശത്ത് വലിയ തോതിലുള്ള റെയ്ഡുകൾ നടത്തിയത് എന്നും ലക്ഷ്യം പൂർത്തിയായി എന്നും ഇസ്രയേൽ പറഞ്ഞു. മലയാളി വാർത്ത ഇൻസൈഡ്.